നമസ്കാരം പ്രിയ പ്രേക്ഷകർക്ക് പേജിലൂടെയിലേക്ക് സ്വാഗതം. ഇന്ത്യ US ബന്ധം കൂടുതൽ ദൃഢമാവുകയാണ്. ഇന്ത്യ US തന്ത്രപരമായ പങ്കാളിത്തം പുതിയ ഉയരങ്ങളിലേക്ക്, പുതിയ തലങ്ങളിലെത്തി എന്നും വേണം പറയാൻ. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി US ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ജെയ്ക്ക് സള്ളിവനുമായി അടുത്തിടെ നടത്തിയ കൂടിക്കാഴ്ച വളരെ പ്രാധാന്യത്തോടെ വേണം നോക്കിക്കാണാൻ. ഇന്ത്യ US ബന്ധം മികവുറ്റതാക്കാൻ, സമഗ്രമായ ആഗോള തന്ത്രപരമായ പങ്കാളിത്തം മെച്ചപ്പെടുത്താൻ ഇത്തരം കൂടിക്കാഴ്ചകൾ വഴിവെക്കുമെന്നതാണ് മനസ്സിലാക്കേണ്ടത്. ചർച്ചയിൽ സാങ്കേതികവിദ്യ, പ്രതിരോധം, ബഹിരാകാശം, ബയോടെക്നോളജി, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് തുടങ്ങി വിവിധ മേഖലകളിലെ പുരോഗതി പ്രധാനമന്ത്രി മോദി എടുത്തു പറഞ്ഞു. ഇരു രാജ്യങ്ങൾക്കും പ്രയോജനം ചെയ്യുന്നതിനും ആഗോള വെല്ലുവിളികൾക്ക് ക്രിയാത്മകമായ സംഭാവനകൾ നൽകുന്നതിനുമായി മെച്ചപ്പെട്ട രീതിയിലുള്ള ചർച്ചകൾ വളരെ പ്രധാനപ്പെട്ടതാണെന്നതും എടുത്തു പറയേണ്ടതാണ്. നിർണായക സാങ്കേതിക വിദ്യകളിലെ സഹകരണം വർദ്ധിപ്പിക്കുന്നതിനായി 2022 മെയ് മാസത്തിൽ ആരംഭിച്ച US ഇന്ത്യ ഇനിഷ്യേഷൻ ഓൺ ക്രിട്ടിക്കൽ ആൻഡ് എമർജിംഗ് ടെക്നോളജീസ് ICET പോലുള്ള സംരംഭങ്ങളിലൂടെ കഴിഞ്ഞ 4 വർഷമായി ഈ പങ്കാളിത്തം ഗണ്യമായ പുരോഗതി കൈവരിച്ചതായി മോദി അഭിപ്രായപ്പെട്ടു. സള്ളിവന്റെ സന്ദർശനത്തിൽ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ, വിദേശകാര്യമന്ത്രി S ജയശങ്കർ എന്നിവരുൾപ്പെടെ ഇന്ത്യൻ ഉദ്യോഗസ്ഥരുമായും സുപ്രധാന ചർച്ചകൾ ഉണ്ടായിരുന്നു. പ്രതിരോധം, സൈബർ സുരക്ഷ, സമുദ്ര സുരക്ഷ എന്നിവയുമായി ബന്ധപ്പെട്ട് പലവിധ കാര്യങ്ങൾ ചർച്ചയിൽ ഇടം പിടിച്ചു എന്നതാണ് അടിവരയിട്ട് പറയേണ്ടത്. ആഗോള വെല്ലുവിളികളെ അഭിമുഖീകരിക്കുന്നതിൽ ഇരു രാജ്യങ്ങളും ഒത്തുചേർന്ന് പങ്കാളിത്തം വഹിക്കേണ്ടതുണ്ട്. വളർന്നു വരുന്ന സാങ്കേതിക വിദ്യകളിലെ സഹകരണത്തോടെയുള്ള ശ്രമങ്ങളിലൂടെ തങ്ങളുടെ തന്ത്രപരമായ ബന്ധങ്ങൾ കൂടുതൽ ആഴത്തിലാക്കാനും നവീകരണത്തെ പരിപോഷിപ്പിക്കാനുമുള്ള നീക്കങ്ങൾ നടത്തേണ്ടതുണ്ട്. ഇന്ത്യയും US തമ്മിൽ മെച്ചപ്പെട്ട ബന്ധം വിജയകരമായി ശക്തിപ്പെടുത്തി എന്നത് എടുത്തു തന്നെ പറയണം. വ്യാപാരം, സാങ്കേതിക വിദ്യ, സുരക്ഷ എന്നിവയുൾപ്പെടെ വിവിധ ഡൊമൈനുകളിൽ ഒരു പ്രധാന പങ്കാളിയായി ഇന്ത്യയുണ്ട്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പ്രതിരോധ ബന്ധം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇന്ത്യ US പ്രതിരോധ സഹകരണം 2000ങ്ങളുടെ തുടക്കം മുതൽ വൻതോതിൽ വളർന്നു എന്നതാണ് മനസ്സിലാക്കേണ്ടത്. ഒരു പെരിഫറൽ ബയർ എന്ന നിലയിൽ നിന്ന് 2016-ൽ US ഇന്ത്യയെ ഒരു പ്രധാന പ്രതിരോധ പങ്കാളിയായി ഉയർത്തി എന്നതാണ്. 2018-ൽ ഇന്ത്യയെ സ്ട്രാറ്റജിക് ട്രേഡ് ഓതറൈസേഷൻ ടയർ 1 പദവിയിലേക്ക് ഉയർത്തി. ഇത് US വാണിജ്യ വകുപ്പ് നിയന്ത്രിക്കുന്ന സൈനിക ഇരട്ട ഉപയോഗ സാങ്കേതിക വിദ്യകളുടെ വിശാലമായ ശ്രേണിയിലേക്ക് ലൈസൻസ് രഹിത പ്രവേശനം നേടാൻ ഇന്ത്യയെ അനുവദിക്കുന്നു എന്നതാണ്. LEMOA 2016, COMCASA 2018, BECA 2020 തുടങ്ങിയ അടിസ്ഥാന കരാറുകളിൽ ഒപ്പുവെച്ചത് ആഴത്തിലുള്ള സൈനിക സഹകരണം സാധ്യമാക്കി എന്നതാണ്. അതുപോലെ തന്നെ സംയുക്ത അഭ്യാസങ്ങളും 2018-ൽ 2+2 മിനിസ്റ്റീരിയൽ ഡയലോഗ് സ്ഥാപിച്ചതും തന്ത്രപരമായ ബന്ധങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തി എന്നതാണ്. കൂടാതെ ഇന്ത്യയും US തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരം 2023-24-ൽ $118.28 ബില്യൺ ആയിരുന്നു. US ഇപ്പോൾ ഇന്ത്യയുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളിയും FDIയുടെ പ്രധാന ഉറവിടവുമാണ്. വ്യാപാരത്തിനപ്പുറം ക്ലീൻ എനർജി, ഡിജിറ്റൽ സമ്പദ് വ്യവസ്ഥ, ആരോഗ്യ സംരക്ഷണം തുടങ്ങിയ മേഖലകളിലേക്ക് സഹകരണം വ്യാപിപ്പിച്ചിരിക്കുന്നു. എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, 21-ാം നൂറ്റാണ്ടിലെ ഇന്ത്യ US ബന്ധങ്ങളുടെ അടിസ്ഥാന ശിലയായി സാങ്കേതിക സഹകരണം ഉയർന്നു വന്നിട്ടുണ്ടെന്നതാണ്. AI, ക്വാണ്ടം കമ്പ്യൂട്ടിംഗ്, 5G തുടങ്ങിയ വളർന്നു വരുന്ന സാങ്കേതിക വിദ്യകളിൽ സഹകരണത്തിനായി ഇരു രാജ്യങ്ങളും ഒന്നിലധികം ഫോറങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട്. 2009-ൽ സ്ഥാപിതമായ US ഇന്ത്യ സയൻസ് ആൻഡ് ടെക്നോളജി എൻഡോവ്മെന്റ് ഫണ്ട് നവീകരണവും സംരംഭകത്വവും വളർത്തിയെടുത്തിട്ടുണ്ട്. 2022-ൽ ആരംഭിച്ച US ഇന്ത്യ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇനിഷ്യേഷൻ, ക്രിട്ടിക്കൽ ആൻഡ് എമർജിംഗ് ടെക്നോളജി ഇനിഷ്യേറ്റീവ് ICET തുടങ്ങിയ സമീപകാല സംരംഭങ്ങൾ ഉഭയകക്ഷി ബന്ധങ്ങളിലെ സാങ്കേതിക സഹകരണത്തിന്റെ തന്ത്രപരമായ പ്രാധാന്യത്തിന് അടിവരയിടുന്നു. എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പ്രിയ പ്രേക്ഷകരുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം താഴെ കമന്റിലൂടെ.